വെൽക്കം ടു ഓൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന 1/12/2024 മുതൽ 3/12/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ ടോപ്പിക്? എന്താണ്? ഗുയാനയാണ്. ഓക്കെ, ഒരു ലൊക്കേഷൻ തന്നെയാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും അത്തരം ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം അതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്. ഒരു രാജ്യം ന്യൂസിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ എവിടെ നോക്കണമെന്നാണ്. ജോർജ് ടൗൺ ആണ് എന്താണ് ഇതിൻ്റെ ക്യാപിറ്റൽ. ഇനി എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പെയ്ഡ് എ വിസിറ്റ് ടു ഗയാന ആൻഡ് സൈൻഡ് വേരിയസ് എഗ്രിമെൻറ്റ് ടു സ്ട്രെങ്തൺ ബൈലാറ്ററൽ ടൈസ്. അതായത് എന്താണ്, നമ്മളും ഗയാനയും തമ്മിലുള്ള എന്താണ് ഈ ട്രേഡിൻ്റെ എഗ്രിമെൻറ്റുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ട്രേഡ് പാർട്ട്ണർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരെ സന്ദർശിച്ചിരുന്നു? ഗുയാന എന്ന് പറഞ്ഞ രാജ്യം സന്ദർശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ന്യൂസിൽ വരുന്നത്. ഈ ഗുയാന എന്ന് പറയുന്ന രാജ്യം എന്താണ്? കരീബിയൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കരീബിയൻ ആൻഡ് കോമൺവെൽത്ത് നേഷൻസിൻ്റെ എന്താണ് ഭാഗം കൂടിയാണ് എന്നുള്ളതാണ്. ഇനി ഇത്തരം ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറയുന്നത്, ഉദാഹരണമായിട്ടൊരു മാപ്പൊക്കെയാണ് ന്യൂസിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ചുറ്റും ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നോക്കി വെച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗുയാന വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കാണുന്ന സീ ഏതാണ്? അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇതൊരു ലാൻഡ് ലോക്കഡ് സ്റ്റേറ്റ് ആണോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? നോക്കണം. കൂടാതെ ഇത്തരം ടോപ്പിക്കുകൾ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് സ്റ്റാറ്റിക് GK കൂടി എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. പലപ്പോഴും നമുക്ക് ചോദ്യം വരുന്നൊരു മേഖല എന്ന് വിളിക്കുന്ന കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് GK എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ ഇതിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GKയിലേക്ക് പോവാം. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? സൗത്ത് അമേരിക്കയുടെ നോർത്ത് ഈസ്റ്റിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ, ഗോയാനയുടെ ലൊക്കേഷൻ എന്ന് വിളിക്കുന്ന. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിങ് നാഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് സുരിനെയിമാണ് ഈസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് പിന്നെ ബ്രസീൽ വരുന്നുണ്ട്. എവിടെയാണ്? സൗത്ത് ആൻഡ് സൗത്ത് വെസ്റ്റിലാണ്. പിന്നെ എന്താണ് വെനിസിലാണ് ഇവിടെ വരുന്നത്, വെസ്റ്റ് സൈഡിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി ബോർഡറിങ് വാട്ടർ ബോഡീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അറ്റ്ലാന്റിക് ഓഷനാണ് എന്താണ് ഇതിൻ്റെ ബോർഡറിങ് വാട്ടർ ബോഡി എന്നുള്ള പേരിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമുക്ക് ഈ ജസ്റ്റ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലേ? ഇവിടെയാണ് അറ്റ്ലാന്റിക് ഓഷൻ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെനിസുല ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫ്രാൻസ് കാണാൻ പറ്റും ആൻഡ് ബ്രസീൽ. ഓക്കെ, ഇതൊക്കെ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മേജർ മൗണ്ടൈൻ റേഞ്ച് ഏതാ അവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ ഒക്കെയാണ് അർക്രൈ മൗണ്ടൈൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ് പക്കരമ്യ മൗണ്ടൈൻസും ഇതിൻ്റെ ഭാഗമാണ്. ഇനി ഹയസ്റ്റ് മൗണ്ടൈൻ പോയിൻ്റ് ഏതാ അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മൗണ്ട് റോറൈമിയാണ്. ആൻഡ് മേജർ റിവേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? കോർട്ടിയാനെ, അതുപോലെ തന്നെ ബെർബിസി ആൻഡ് ഡിമിക്ര ആൻഡ് ഇസോ ക്യൂബോ. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ റിവേഴ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി സെക്കൻഡ് ന്യൂസ് എന്താണ്? പ്രൊജക്റ്റ് വീർഗാഥയാണ്. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? ഓവർ 1.76 crore സ്കൂൾ സ്റ്റുഡൻസ് ഫ്രം ഓൾ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ പ്രൊജക്റ്റ് വീർഗാഥ 4.0. ഏകദേശം 1.76 കോടി സ്കൂൾ സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസുമായി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊജക്റ്റ് വീർഗാഥയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്താണ് ഈ പ്രൊജക്റ്റ് വീർഗാഥ എന്നുള്ളതാണ്. അതിന് മുമ്പ് ഇത് ഏത് മിനിസ്ട്രിയാണ് നടത്തുന്നത് എന്നൊക്കെ നമ്മൾ നോക്കണം. ഇത് ഏത് മിനിസ്ട്രിയാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മിനിസ്ട്രി ഓഫ് ഡിഫൻസും അതുപോലെ തന്നെ എന്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഏത് നടത്തുന്നത്? പ്രൊജക്റ്റ് വീർഗാഥ നടത്തുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതെന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മുതലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. പ്രൊജക്റ്റ് വീർഗാഥയ്ക്ക് എന്താണ് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി കൂടാതെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ഡിസിമിനേറ്റ് ദ ഇൻസ്പയറിംഗ് ടെയിൽസ് ഓഫ് വെളർ സെൽഫ്ലെസ് സാക്രിഫൈസ് ആൻഡ് കറേജ് ദ ഗാലൻട്രി അവാർഡീസ് ആൻഡ് ദ ലൈഫ് സ്റ്റോറീസ് എമംഗ് ദ സ്റ്റുഡൻസ് ടു ഇൻക്ലൂഡ് ദ സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് ഒബ്ജക്റ്റീവ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രൊജക്റ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ സ്കൂൾസ് ഇൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനെയും എല്ലാ സ്കൂളുകൾക്കും, അതായത് അഫിലിയേറ്റഡ് സ്കൂളുകൾക്ക്,
CBSEക്കൊക്കെ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റും, ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഇത് പെരിയാർ ഓർ പൊന്നിയൻ റിവർ എന്നാണ് ന്യൂസിൽ വരാനുള്ള കാരണം. ദ സുപ്രീം കോർട്ട് സീക്സ് യൂണിയൻ ഗവൺമെൻറ് റിപ്പോർട്ട് prepared by a committee negotiating a dispute between Tamil Nadu and Karnataka over sharing the Peniyar river water. ഓക്കെ, അതായത് എന്താണ്, നമ്മുടെ തമിഴ്നാടും അതുപോലെ തന്നെ എന്താണ് കർണാടക ഗവൺമെൻറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാട്ടർ ഡിസ്പ്യൂട്ട് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പറയുന്നില്ലേ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന, അതേപോലെ തന്നെ ഇതൊരു വാട്ടർ ഡിസ്പ്യൂട്ട്, അതായത് മുല്ലപ്പെരിയാർ പോലല്ല, മുല്ലപ്പെരിയാർ നമ്മൾ ഡാമുമായി ബന്ധപ്പെട്ട് അത് പൊട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമാണ്. ഇതൊരു വാട്ടർ ഡിസ്പ്യൂട്ട് ഇഷ്യൂ ആണ്. ഓക്കെ, അതായത് എത്ര വെള്ളം ഷെയർ ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോർട്ട് യൂണിയൻ ഗവൺമെൻറ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഇനി പെരിയാർ റിവർ നോക്കുകയാണെങ്കിൽ എന്താണ്, പെരിയാർ റിവർ ബേസിൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻട്രസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ബേസിനാണ്. ആൻഡ് ഇറ്റ് ബേസിൻ ബൗണ്ടറി നോർത്ത് ബൈ പല്ലാർ ബേസിൻ, അപ്പോൾ നോർത്തിൽ ഏതാണ്, പല്ലാർ ബേസിനാണ്. ആൻഡ് വെസ്റ്റ് ആൻഡ് സൗത്ത് ബൈ കാവേരി ബേസിൻ ആൻഡ് ഓൺ ഈസ്റ്റ് ബൈ ബേ ഓഫ് ബംഗാളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇനി ഇറ്റ് കവേഴ്സ് എ ലാർജ് ഏരിയ ഇൻ തമിഴ്നാടു ബിസൈഡ്സ് ദ ഏരിയാസ് കവേർഡ് ഇൻ കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇതിൻ്റെ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെയാണ്, ഒന്ന് തമിഴ്നാട്, വലിയൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റുക എവിടെയാണ്, തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ എന്താണ് കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ എന്താണ്, ഇനി ഇത് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്താണ് ദക്ഷിണ പിനഗിനി എന്നുള്ള പേരിൽ എന്താണ് കന്നഡയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് തെൻപെന്നൈ എന്നുള്ള ഇത് എന്താണ് തമിഴിലും അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കർണാടകയിലെ കോലാർ ഡിസ്ട്രിക്റ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്, ഡൊമിനിക്ക, ക്യാപിറ്റൽ എവിടെയാണ് വരുന്നത്, റൂസാണ്. ആൻഡ് ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്, കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്ക വിൽ ഹോണർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വിത്ത് ദ ഡൊമിനിക്ക അവാർഡ് ഹോണർ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. 1978 മുതൽ എന്താണ്, ഏതിൻ്റെ ഭാഗമാണ്, കോമൺവെൽത്ത് കൺട്രീസിൻ്റെ എന്താണ് ഭാഗമാണ്. ആൻഡ് ദ ഐലാൻഡ് കൺട്രി ഓഫ് ദ ലെസർ ആൻറ്റൈൽസ് ഇൻ ദ ഈസ്റ്റേൺ കരീബിയൻ സീ എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഓൺലി ഐലാൻഡ് വിത്ത് ദ റിലേറ്റീവ്ലി ലാർജ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓഫ് കരീബ് ഇന്ത്യൻസ്, ഏറ്റവും കൂടുതൽ എന്താണ് ഡിസ്റ്റിങ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കരീബ് ഇന്ത്യൻസ് എന്നുള്ള ഡിസ്റ്റിങ് ഗ്രൂപ്പ് കാണുന്ന സ്ഥലമാണ്. ഇനി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, റിലീഫ് എന്താണ്, വോൾക്കാനിക് ഒറിജിൻ ഹാവിങ് ന്യൂമറസ് ഫിനോമറൽസ് എന്നാണ്, അതായത് വോൾക്കാനിക് വെഞ്ചേഴ്സ്, അതുപോലെ തന്നെ ഹോട്ട് സ്പ്രിങ്സ്, അതൊക്കെയാണ്. സോയിൽ ഏതാണ്, റിച്ച് ഇൻ അലുവിയൽ ആൻഡ് വോൾക്കാനിക് സോയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇനി മൗണ്ടൈൻസ് ഏതൊക്കെയാണ് ഇവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൗണ്ട് ഡിയബോൾട്ടിങ്സ് ഉണ്ട്, ഹയസ്റ്റ് പീക്കാണ്. ആൻഡ് മൗണ്ട് തൊറോയിസ് പിറ്റൻസും ഏതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഇത് ഫൈനാൻസ് കമ്മീഷൻ. എന്താണ് ഫൈനാൻസ് കമ്മീഷൻ ന്യൂസിൽ വരാനുള്ള കാരണം, അക്കോർഡിംഗ് ടു ദ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്, ഓൾ സ്റ്റേറ്റ് എക്സ്പെക്ട് അരുണാചൽ പ്രദേശ് ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ. ഓക്കെ, അരുണാചൽ പ്രദേശ് ഒഴിച്ച് ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും എന്ത് രൂപീകരിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ന്യൂസിൽ വരാൻ കാരണം. പക്ഷെ നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ എക്സാം ബേസ് വരിക ഈ ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 280 ഇതിനെക്കുറിച്ച് പറയുന്നത്, ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഈ ഫൈനാൻസ് കമ്മീഷനെ ഓരോ 5 വർഷം കൂടുമ്പോഴും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഫൈനാൻസ് കമ്മീഷനിൽ ആരൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ചെയർമാനും അതുപോലെ തന്നെ 4 അംഗങ്ങളുമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഫൈനാൻസ് കമ്മീഷനിൽ കാണാൻ പറ്റുക. അത് ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, പബ്ലിക് അഫയേഴ്സിൽ എന്താണ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണമെന്നും. ഇനി മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി പറയുന്നില്ല. അത് തീരുമാനിക്കുന്ന ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, പാർലമെൻറ്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫൈനാൻസ് കമ്മീഷൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന്
പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഫൈനാൻസുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് പ്രസിഡന്റിന് കൊടുക്കുന്ന ആരാണ്? ഫൈനാൻസ് കമ്മീഷനാണ് എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി? ഫൈനാൻസ് കമ്മീഷൻ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. കൂടാതെ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ എത്ര ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ വേണം, അതായത് എത്ര സ്റ്റേറ്റ് സെൻറ്ററിലേക്ക് എത്ര സ്റ്റേറ്റിലേക്ക് എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഫൈനാൻസ് കമ്മീഷനാണ്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവാണ്. അതിൽ നിന്ന് എത്ര ഗ്രാൻസ് ഇൻ എയ്ഡ് സ്റ്റേറ്റിന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഫൈനാൻസ് കമ്മീഷനാണ്. അഗ്യുമെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഫണ്ട് എന്താണ്? അതായത് എന്താണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്റ്റേറ്റിൻ്റെ ഫണ്ടുകളുടെ റിസോഴ്സസ് കൂട്ടണോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റിസോഴ്സസുകൾ കൂട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് പറയുന്ന ഏതൊരു ജോലിയും, അതായത് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഏതൊരു ജോലിയും ചെയ്യാൻ ആര് ബാധ്യസ്ഥനാണ്? ഫൈനാൻസ് കമ്മീഷൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, ഈ ഫൈനാൻസ് കമ്മീഷനൊക്കെ എക്കണോമിക്സിൽ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്നൊരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഫൈനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് എന്ത് ചെയ്യാറുള്ളത് ഈ 3 ദിവസത്തിൽ എന്താണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.